കൊല്ലം ഏരൂരിൽ വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ ദുരൂഹതയേറുന്നു. ബന്ധുക്കളെ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ മോഷണം പോയ സ്വർണവും പണവും വീടിന് സമീപത്തെ പുരയിടത്തിൽ നിന്നും തിരികെ ലഭിച്ചു. വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി നടത്തിയ കവർച്ചയ്ക്ക് പിന്നിൽ വീട്ടുകാരുമായി അടുപ്പമുള്ളവരാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ എണ്ണ എടുക്കാനെ കൊണ്ട് ആ റൂമിലോട്ട് പോകും, അതിരിക്കുകയാണ്. പോകുമ്പം അലമാരി തുറന്നു കിടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ അലമാരി തുറന്നിട്ട് ആരാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അതിനകത്തൊരു കവറിനകത്ത് ഒരു ഷർട്ടും കയ്യിലും കൊണ്ടിട്ടുണ്ട്, അത് തറയിൽ കിടക്കുന്നു. അങ്ങനെ ഞാൻ ഇതെടുത്ത് അതിനകത്ത് വെക്കാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഇല്ല, കൊച്ചും കൂടെ ഞാൻ പൂട്ടി താക്കോലൊരു ഷർട്ട് പകലിട്ട് വരുന്നു, അത് തുറന്നു കിടക്കുന്നു. ഏരൂർ പഴയേരൂർ ചെറുവിള പുത്തൻ വീട്ടിൽ കാർത്തിക വിജയന്റെയും ഭർത്താവിന്റെയും ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. കാർത്തികയുടെ ഭർത്താവ് പുറത്തുപോയ തക്കം നോക്കി വീട്ടിൽ കാർത്തിക മാത്രമുണ്ടായിരുന്ന സമയത്താണ് മോഷണം നടന്നത്. വീടിനുള്ളിലെ മുറിയിലെ അലമാര തുറന്നു കിടക്കുന്നത് കണ്ട് സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 11 ഗ്രാമിന്റെ സ്വർണ്ണ താലിമാലയും മേശയ്ക്കുള്ളിലുണ്ടായിരുന്ന 40,000 രൂപയും നഷ്ടപ്പെട്ടതായി അറിയുന്നത്. തുടർന്ന് വിവരമറിഞ്ഞ് ഏരൂർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി വിവിധ ഇടങ്ങളിൽ തുടർച്ചയായി മോഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിലൊരാളെ പോലും പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഇതിനിടയിലാണ് പുതിയ കവർച്ചാ കേസ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ഏരൂർ പഞ്ചായത്തിലെ തന്നെ ഈ ഭാഗങ്ങൾ, പഴയേരൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിരവധി തവണ മോഷണം നടന്നിട്ടുണ്ട്. അതിൽ വളരെ ക്രിയാത്മകമായി ഒരു മോഷണം, ഒരു തിരുവല്ല ഉണ്ണി എന്ന് പറഞ്ഞ ഒരു മോഷ്ടാവിനെയാണ് ഏരൂർ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞത്. അതൊന്നും വളരെ സജീവമായ ഒരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ആ മോഷ്ടാവിനെ അന്ന് പിടിക്കാൻ കഴിഞ്ഞത്. അന്ന് നമുക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അടിക്കടി ഇവിടുത്തെ വഞ്ചിപ്പെട്ടി ഉൾപ്പെടെയുള്ള വഞ്ചിപ്പെട്ടി ഒരു വീട്, ഇതിനിടയ്ക്കാണ് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണ് പഴയ ഒരു വീടിനകത്ത് കയറി സ്വർണ്ണാഭരണ കതവെല്ലാം പൊളിച്ച് ഒക്കെ കഴിഞ്ഞ മാസങ്ങളിലാണ്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി സംശയമുള്ളവരെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് വീടിന് സമീപത്തെ പറമ്പിൽ നിന്ന് മോഷണം പോയ മുതൽ തിരികെ ലഭിക്കുന്നത്. വീട്ടുകാരുടെ എല്ലാ വിവരങ്ങളും അറിയാവുന്നവരാണ് കൃത്യത്തിന് പിന്നിലെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ശക്തമായതോടെ ഭയം മൂലം സ്വർണവും പണവും സമീപത്ത് ഉപേക്ഷിച്ചതാവാമെന്നുമാണ് പോലീസിന്റെയും നാട്ടുകാരുടെയും സംശയം. സംഭവത്തിൽ ഏരൂർ പോലീസ് തുടർ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.